എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ഉസോപ്പ് അവനാണെങ്കില് വണ്ടറടിച്ച് നിൽക്കുകയാണ്. കാരണം സാഞ്ചി പറഞ്ഞത് ഉസോപ്പിനെ കൊണ്ടാണ് ഇനി റോബിനെ രക്ഷിക്കാൻ കഴിയുക എന്ന്. അവനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല. അപ്പ ജബറ അവൻ വീണ്ടും ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. സാഞ്ചി വിളിച്ചു പറയും, നാമി ഉസോപ്പിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. അത് കേൾക്കേണ്ട താമസം നാമി ഉസോപ്പിനെ പിടിച്ചു വലിച്ച് വമ്പ സ്പീഡില് അവിടുന്ന് പുറകിലേക്ക് പോകും. വില്ലൻ ചാടി വന്ന് സാഞ്ചി അറ്റാക്ക് ചെയ്യും. സാഞ്ചി ആണെങ്കില് അവന്റെ കാല് വെച്ച് അത് റെസിസ്റ്റ് ചെയ്യും. പിന്നീട് രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിഞ്ഞ തല്ല്. ഫൈറ്റിന്റെ ഒടുവില് ആ ജബറ അവൻ ചെറിയൊരു പ്രഷർ റിലീസ് ചെയ്ത് ഇപ്പോ സാഞ്ചിയെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് അവൻ തെറിച്ച് ദൂരേക്ക് പോകും. വില്ലൻ ജബറ ഇപ്പൊ സാഞ്ചി തെറിച്ച് പോകുന്നത് കണ്ട് ക്യാഷ്വലായിട്ട് നിൽക്കും. ഇത്രയുള്ളോ നിന്റെയൊക്കെ പവർ? CP9 ടീം അവര് ഭയങ്കര സ്ട്രോങ് ആണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. അതേസമയം ഇവിടെ നാമി അവളാണെങ്കില് ഉസോപ്പ് വലിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും ഉസോപ്പിന് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. സാഞ്ചി എന്താണ് അവനോട് പറയാൻ ശ്രമിച്ചതെന്നും ഉസോപ്പിന് എങ്ങനെ റോബിനെ രക്ഷിക്കാൻ കഴിയുമെന്നും അവന് പിടികിട്ടും. യാഹൂ, ഞാനത് കണ്ടുപിടിച്ചു, എനിക്ക് പറ്റും റോബിനെ രക്ഷിക്കാനെന്നും പറഞ്ഞ് അവൻ പുഷാറായി ചാടി എഴുന്നേറ്റ് ഓടാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ജബറ വില്ലൻ അവൻ ഉസോപ്പ് വിളിച്ചു പോകുന്നത് കേട്ട് അവരെ തടയാൻ തയ്യാറായിട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ സാഞ്ചി, എന്റെ ഫ്രണ്ട്സിന്റെ ദേഹത്ത് ഒരു പോറല് പോലും വീഴ്ത്താൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ചാടി വന്ന് ഒരൊറ്റ കിക്ക്. ആ ഒരു കിക്കില് ഇപ്പൊ ജബറ അവൻ തകർന്നു പോവും. ജബറ പറയും, നീ എന്നെ ഗ്യാപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തല്ലേ, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ? ഒന്നുമല്ലെങ്കിലും ഞാനൊരു CP9 ടീമല്ലേ, ഇനി നിന്നോട് ഞാൻ ഒരു എക്സ്ക്യൂസും കാണിക്കില്ല എന്ന് പറഞ്ഞ് ആ വില്ലൻ അവൻ സാഞ്ചി എയിം ചെയ്ത് ഓടി അടുക്കും. കറക്റ്റ് ടൈം സാഞ്ചി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് പുറകിലൂടെ വന്ന് അവന്റെ മുതുകിലൊരൊറ്റ അടി. പാവൻ ജബറ അവനൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാതെ അവൻ കൺട്രോൾ ചെയ്ത് നിൽക്കും. ജബറയുടെ മുഴുവൻ കൺട്രോളും പോയി അവൻ ടെമ്പസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് ചാടി ചാടി സാഞ്ചി നേരെ വരും. പക്ഷെ നമ്മുടെ സാഞ്ചി അവൻ എടുത്തു ചാടി വില്ലന്റെ മുഖത്ത് തന്നെ ആഞ്ഞ് ചവിട്ടും. പിന്നീട് സാഞ്ചി അറഞ്ചം പൊറഞ്ചം അവനെ ചവിട്ടിക്കൂട്ടി ദൂരേക്ക് കൊണ്ടുപോകും. സാഞ്ചിയുടെ അറ്റാക്കും അവന്റെ പവറും കാണുമ്പോൾ തന്നെ ജബർക്ക് പിടികിട്ടും ഇവനും നല്ല പവറുണ്ട്. സോ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇവന്റെ മുൻപിൽ നിന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ബോഡി അയൺ ബോഡിയാക്കി മാറ്റും. സാഞ്ചി വീണ്ടും അവനെ കിക്ക് ചെയ്യും. പക്ഷെ അയൺ ബോഡിയിൽ തട്ടി സാഞ്ചി അവൻ തെറിച്ച് ദൂരേക്ക് പോകും. ജബർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവൻ വമ്പം കലിപ്പില് ഇപ്പൊ സാഞ്ചിയോട് പറയും, ഇത് അയൺ ബോഡി പവറാണ്, എന്റെ 6 പവേഴ്സില് നമ്പർ 1 പവർ. ജബറ വീണ്ടും ഇപ്പൊ ഉസോപ്പിന്റെ അടുത്ത് കാണിച്ച ആ ഒരു ഓസ്കാർ ആക്ടിങ് അത് സാഞ്ചിക്ക് മുൻപിലും ഇപ്പൊ ഇട്ടുകൊടുക്കാൻ തുടങ്ങും. നിനക്ക് വേണ്ടത് ആ കീ അല്ലേ, അത് നീ എടുത്തോ. എനിക്ക് നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ടെനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ കുഞ്ഞനുജത്തിയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ബ്ലൂ ഐലാൻഡില് എന്റെ സ്വന്തം ഐലാൻഡ്, അവിടെ ഞാനും എന്റെ അനുജത്തിയും ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് കഴിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ ഐലാൻഡിലേക്ക് വന്നത്. അവര് വന്ന ഉടൻ എന്റെ അനുജത്തിയുമായിട്ട് അവര് കടന്നു കളഞ്ഞു. ഞാൻ ആ ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി എന്റെ അനുജത്തിയുടെ പേര് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചത് എന്റെ അനുജത്തിയെ തട്ടിക്കൊണ്ടുപോയ ആ വലിയ പൈററ്റ് ഷിപ്പാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അനുജത്തിയുടെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. അത് വെറും ഒരു പോസ്റ്റർ അല്ല, ഒരു വാണ്ടഡ് പോസ്റ്റർ. അതില് ഞാൻ എന്റെ അനുജത്തിയുടെ പുതിയ ഫേസ് കണ്ടു. എന്റെ അനുജത്തി അത് മറ്റാരുമല്ല, സാക്ഷാൽ റോബിനാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് റോബിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഞാനിപ്പോ CP9 ടീം മെമ്പറാണ്. എന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളെ ഞാൻ 100% വിശ്വസിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവളെ തിരികെ പിടിക്കാൻ കഴിയും. സോ ധൈര്യമായിട്ട് ഈ കീ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. സാഞ്ചി കുനിഞ്ഞ് കൈ നീട്ടി ആ കീ എടുക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ജബറ വില്ലൻ സാഞ്ചി ഇടിക്കാനായിട്ട് പറന്നു വരിക. ഉടനെ സാഞ്ചി അവൻ ഫുൾ കലിപ്പില് കാലും അടക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവൻ തെറിച്ച് ദൂരേക്ക് പോവും. കട്ട് ചെയ്ത
ഇവിടെ ആ ഏജന്റ് വില്ലൻ അവനാണെങ്കിൽ ഇപ്പോഴും റോബിന്റെ മുട്ടിയിൽ പിടിച്ച് വലിച്ച് അവളെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ ഒരുപാട് നേരം അവളെ വലിച്ചു മുൻപോട്ട് കൊണ്ടുപോകുമ്പോ ആ ഏജന്റ് വില്ലന് അവന്റെ കൈ വേദനിക്കും. റോബിൻ, മര്യാദയ്ക്ക് നീ എഴുന്നേറ്റ് എന്റെ കൂടെ തന്നെ നടന്നു വരുന്നതാണ് നിനക്ക് നല്ലത്. രക്ഷപ്പെട്ടു പോവാം എന്ന നിന്റെ ചിന്ത അത് വെറുതെയാണ്. നിന്നെ രക്ഷിക്കാൻ ആരും ഇവിടേക്ക് വരില്ല. ഇനി അഥവാ അതിനാരെങ്കിലും ശ്രമിച്ച ലൂച്ചി ഉറപ്പായിട്ടും അവനെ അടിച്ചു നിരപ്പാക്കും. സോ മര്യാദയ്ക്ക് എന്റെ കൂടെ എഴുന്നേറ്റ് നടക്ക്. അത് കേട്ട് റോബിൻ അവൾ ഒരു കൂസലുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. കാരണം റോബിന് നമ്മുടെ ആൾക്കാർ അവളെ സേവ് ചെയ്യാൻ വരുമെന്ന് നല്ല ഉറപ്പുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയും ആ ലൂച്ചിയും അവർ രണ്ടുപേരും ഒരുപാട് നേരായി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫി പഠിച്ച പണി 18 നോക്കിയിട്ടും ലൂച്ചിയുടെ കണ്ണു വെട്ടിച്ച് അവൻ ആ ഡോർ ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. ലൂച്ചി കാഷ്വൽ ആയിട്ട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടും നോ യൂസ്. നിനക്കൊരു കാരണവശാലും എന്നെ ക്രോസ് ചെയ്ത് ആ ഡോർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഭാഗത്ത് ആ വില്ലൻ ജബറ അവന്റെ തല പോയി ഫ്ലോറിലിടിച്ച് ഇപ്പൊ ഒരു വിധത്തില് അവൻ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് വീണ്ടും സാഞ്ചിയുടെ കയ്യിൽ നിന്ന് ആ കീ തിരികെ പിടിക്കാനും സാഞ്ചിയെ തല്ലി തല്ലി കൊല്ലാനും അവനങ്ങനെ ചാടി ചാടി നിൽക്കും. അത് കണ്ട് സാഞ്ചി അവൻ 1 2 3 എന്നെണ്ണി ആ കീയുമായിട്ട് 100 110 അവിടുന്ന് ഓടാൻ തുടങ്ങും. കാരണം സാഞ്ചിക്ക് ആവശ്യം ആ കീ മാത്രമാണ്. പക്ഷെ ജബറയ്ക്കാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്. അവൻ ഓടി ഓടി ഇപ്പൊ സാഞ്ചിയുടെ ക്ലോസ് എത്തും. അവൻ ക്ലോസ് എത്തിന്ന് മനസ്സിലാക്കിയ സാഞ്ചി അവൻ അങ്ങനെ കറങ്ങി വന്ന് ജബറയുടെ മുഖത്ത് ആഞ്ഞു തൊടിക്കും. അതിനുശേഷം അവൻ ഫുൾ ഫോഴ്സില് അവനെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ജബറ അവനവന്റെ ബോഡി അത് അയണാക്കി മാറ്റും. കാര്യം പിടികിട്ടിയ നമ്മുടെ സാഞ്ചി അവനും ജബറ ഇടിക്കാതെ നൈസായിട്ട് അവന്റെ കാലിൽ തട്ടി അങ്ങനെ താഴേക്കിടും. ജബറയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൂടി വരും. എന്റെ 6 പവർ അതെന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ വമ്പം ഫോഴ്സില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനായിട്ട് തുടങ്ങും. നമ്മുടെ പാവം സാഞ്ചി അവൻ എന്താ ചെയ്യേണ്ടെന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന അതേ സമയം ആ വില്ലൻ അവൻ സാഞ്ചിയുടെ വയറ്റിൽ തന്നെ ആഞ്ഞൊരു ഇടി. ആ ഒരു ഇടിയില് സാഞ്ചി കറങ്ങി അടിച്ച് താഴെ വീഴും. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ എഴുന്നേക്കാൻ പറ്റില്ല. അവൻ പതിയെ എഴുന്നേക്കുമ്പോഴേക്കും വില്ലൻ അവൻ ടെമ്പസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് നമ്മുടെ സാഞ്ചിയെ ആഞ്ഞടിക്കും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് ഇപ്പൊ സാഞ്ചി നിലവിളിക്കും. എന്നിട്ടും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പതിയെ മുകളിലേക്ക് എഴുന്നേക്കും. വില്ലനാണെങ്കിൽ വമ്പ സ്റ്റൈലായി സാഞ്ചിയുടെ അടുത്തേക്ക് വരും. നീ എന്റെ കയ്യിലുള്ള കീ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് എന്നെ തന്നെ അറ്റാക്ക് ചെയ്യുമല്ലേ? നിങ്ങളുടെ ഫ്രണ്ട് ആ നിക്കോ റോബിൻ, അവള് പോലും ഒരു വലിയ വേസ്റ്റ് ആണ്. അവൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു. സാഞ്ചിക്കാണെങ്കിൽ റോബിനെ കുറിച്ചോ നാമിയെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവന് സഹിക്കില്ല. അവൻ പല്ല് കടിച്ച് അങ്ങനെ നിൽക്കും. വില്ലൻ വീണ്ടും ഇപ്പൊ സാഞ്ചിയെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലാണ്. അതിനുശേഷം അവൻ സാഞ്ചിയുടെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കും. അതിന് സാഞ്ചി പറയും, നിനക്കിഷ്ടമുള്ള അത്രയും നിനക്കിപ്പോ ചിരിക്കാം, കാരണം ഇനി നിനക്ക് ചിരിക്കാൻ കഴിയില്ല. അടുത്ത സെക്കൻഡ് സാഞ്ചി അവൻ കറങ്ങാൻ തുടങ്ങും. ഫുൾ ഫോഴ്സില് ഒരുപാട് നേരം കറങ്ങി അവൻ അങ്ങനെ നിൽക്കും. ആ ഒരു കറക്കത്തില് ഇപ്പൊ അവന്റെ കാല് അത് ചുമന്ന് ചുട്ടു പൊള്ളും. വില്ലനാണെങ്കിൽ ഇവൻ എന്താ ചെയ്യണെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സമയം സാഞ്ചി ആ കാല് മടക്കി ഒരൊറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടില് അവന്റെ ഫുൾ ഫ്യൂസും അടിച്ചുപോയി അവൻ ബോധം കെട്ട് കിടക്കും. ഇപ്പൊ സമയം കഴിഞ്ഞ് ഇപ്പൊ ആ വില്ലൻ പതിയെ കണ്ണു തുറക്കും. അവന്റെ നെഞ്ചു മുഴുവൻ തകർന്ന് തരിപ്പണമായി. അതിലൂടെ പുക പുറത്തേക്ക് പോവാണ്. അവന്റെ അയൺ ബോഡി അതെങ്ങനെ തകർന്നു, ശരിക്കിപ്പോ എന്താ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അവൻ വണ്ടടിച്ചിരിക്കും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ അടുത്തേക്ക് വീണ്ടും ചാടി വീഴും. വില്ലനാണെങ്കിൽ അവന്റെ ബോഡിയിൽ ബാക്കിയുള്ള പവർ വെച്ച് മുകളിലേക്ക് പോവും. അതിന് സാഞ്ചി അവനെ പിടിച്ചു വലിച്ച് ആ ഡെവിൾ ഫ്രൂട്ട് പവറുള്ള കാലുപയോഗിച്ച് വീണ്ടും ആഞ്ഞൊരടി. ആ ഒരു അടിയില് അവൻ അനക്കം ഉണ്ടാവാതെ വീണ് കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.